അതുപോലെ കലിയുഗം വളരെ വ്യക്തമായിട്ട് എന്താണ്, കലിയുഗത്തിലെ സ്വഭാവ വിശേഷങ്ങൾ എന്താണ്, ഇനി നമ്മൾ എന്താ അറിയേണ്ടത്, കലിയുഗത്തിലെ ആധ്യാത്മിക സാധനകൾ എന്തൊക്കെ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. കലി ബാധിക്കാതെ നമുക്ക് എങ്ങനെ രക്ഷ നേടാം അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ആദ്യം പറയുന്നത് നാമജപം തന്നെയാണ്. കലൗ നാമസങ്കീർത്തന എന്നാണ് നിർദ്ദേശം. പ്രധാനമായിട്ടും ഈശ്വരനാമ ജപമാണ് കലിയുഗത്തിന്റെ വിധി. മാത്രമല്ല മറ്റനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി പ്രാർത്ഥന, സ്തുതി, കീർത്തനം, അപേക്ഷ തുടങ്ങിയ ശബ്ദപ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈശ്വരനെ അനുസന്ധാനം ചെയ്യാനുള്ള പ്രവണത ഈ കലിയുഗത്തിൽ വർദ്ധിക്കുന്നുണ്ട്. കാരണം കലിയുഗം മാനസിക ദുർബലതയുടെ യുഗമാണ്. ഈ യുഗത്തിൽ മനുഷ്യൻ ഏറ്റവും ബലമായിട്ടുള്ള ആയുധം എന്താണ്? ശബ്ദം തന്നെയാണ് അല്ലെ. രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിലും അയ്യോ എന്നോ രക്ഷിക്കണമെന്നോ വിളിച്ച് എന്താ പറയാ കരയുക, ഇല്ലെങ്കിൽ കൂവി വിളിക്കുക, ആപത്തിൽപ്പെട്ട ഏതൊരാളുടെയും സ്വഭാവമാണത് അല്ലെ. ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തെ സൂക്ഷ്മ വിചാരം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവോ, കൈകൾ കൊണ്ട് യാഗ ഹോമാദി പൂജകൾ ചെയ്യാനായിട്ടുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ കലിയുഗത്തില്. ഈ യുഗത്തില് അപേക്ഷയും പ്രാർത്ഥനയും മാത്രമാണ് ഏറ്റവും വലിയ ആശ്വാസം. അപ്പൊ ഈ യുഗത്തിൽ മനുഷ്യന്റെ സ്വാഭാവിക പ്രേരണ കണ്ടറിഞ്ഞു തന്നെയാണ് അതിനിടങ്ങുന്ന വണ്ണമുള്ള ഈ അനുഷ്ഠാന ക്രമങ്ങളെല്ലാം തന്നെ ഋഷിമുനിമാര് നിർദ്ദേശിച്ചിരിക്കുന്നത്. യുഗ സ്വഭാവം തന്നെ ശബ്ദത്തിൻ്റെതാകുമ്പോൾ ശബ്ദരൂപത്തിലുള്ള ഈശ്വരാരാധന വേഗം വശമതമാകും ഇല്ലേ. അതാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തനം എല്ലാവർക്കും ഉപയുക്തമാണെന്ന് പറയുന്നതിന്റെ പൊരുള്. അല്ലാതെ കലിയുഗത്തിൽ നാമജപം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. നമ്മൾ ഈ നാമജപത്തിനായിട്ട് മന്ത്രങ്ങളും കീർത്തനങ്ങളും സ്തുതികളും സഹസ്രനാമങ്ങളും എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവ ചൊല്ലുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലും ശരീരത്തിലും മന്ത്രങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേക ശക്തി പ്രവഹിക്കും. മനസ്സുകളുടെ ആ വൈകൃത ഭാവങ്ങൾക്ക് കുറെയൊക്കെ ശാന്തി കൈവരുകയും ചെയ്യും. അപ്പോ ആ ഒരു അധാർമികതയോടുള്ള രൂക്ഷത കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നാമജപം കലിയുഗ ദോഷങ്ങളെ ഹനിക്കുന്നത്? കാരണം കലിയുഗത്തിലെ ദോഷങ്ങളെ ഹനിക്കാൻ നമുക്ക് ഈശ്വര ധ്യാനം അല്ലെങ്കിൽ ഈശ്വര ഉപാസന മാത്രമേ പറ്റുള്ളൂ. കാരണം കലിയുഗത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറെ ജപ അനുഷ്ഠാനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. കാരണം ഈ സാർവജനിക മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് നേരത്തും ജപിക്കാവുന്ന രാമമന്ത്രം, ഹരേ രാമ ഹരേ കൃഷ്ണ മഹാമന്ത്രം, നമശിവായ മന്ത്രം, പ്രണവ മന്ത്രം അല്ലെ, ദേവിയുടെ ചില മന്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് സാർവജനിക മന്ത്രങ്ങൾ എന്ന് പറയാം. സഹസ്രനാമങ്ങള്, ദേവി ദേവതമാരുടെ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവ സഹസ്രനാമം ഇല്ലേ, ദുർഗ, കാളി, ഭുവനേശ്വരി, ശ്രീകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സഹസ്രനാമങ്ങളുണ്ട്. അതൊക്കെ ജപിക്കാൻ നമുക്ക് സ്തോത്രങ്ങളിൽ ആദിത്യ ഹൃദയം, കവചങ്ങള്, ഹൃദയ സ്തോത്രങ്ങള്, അഷ്ടകങ്ങള്, പഞ്ചാക്ഷരി സ്തോത്രം, ദേവി സ്തവങ്ങള്, മഹിംന സ്തോത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ജപിക്കാം. സൂക്തങ്ങളിലെ വൈദിക സൂക്തങ്ങള് അല്ലെ, പുരുഷ സൂക്തം, ശ്രീ സൂക്തം, രുദ്രം, മൃത്യുഞ്ജയം, ആംഭ്രണി, അഥർവ ശീർഷങ്ങള്, ഇങ്ങനെ വേദസൂക്തങ്ങള്, ദേവീ സൂക്തങ്ങൾ എല്ലാം തന്നെ വളരെ വിശേഷമാണ്. കർപ്പൂര സ്തവം തുടങ്ങിയിട്ടുള്ള താന്ത്രിക സൂക്തങ്ങൾ എല്ലാം തന്നെ വളരെ വിശേഷമാണ്. പിന്നെ ഗ്രന്ഥങ്ങള്, ദേവി മഹാത്മ്യം, ഭഗവത്ഗീത, രാമായണം, ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം, സൗന്ദര്യ ലഹരി, ഓരോരുത്തരുടെ വാസനകൾക്കനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്നതാണ്. ശ്ലോകങ്ങള്, ധ്യാന രൂപങ്ങള്, ഗുണകീർത്തനങ്ങള്, നാമാവലികള് എല്ലാം ഏത് ഭാഷയിലുള്ളതും നമുക്ക് വായിക്കാം. ഭജനകള്, സങ്കീർത്തനത്തിനും ആലാപനത്തിനും ഉതകുന്നുള്ള എല്ലാ ഭജനകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ നാമജപവും പ്രാർത്ഥനയും ഈ യുഗത്തിലേക്ക് പരമമായിരിക്കുന്ന കണ്ടുപിടുത്തം എന്തെന്ന് വെച്ചാല് കലി ബാധിക്കാതെ നമുക്ക് രക്ഷ നേടണം അല്ലെ. സനാതന ഹൈന്ദവ ധർമ്മത്തിലാണെങ്കിലും യുഗ സ്വഭാവം അനുസരിച്ച് ഏറ്റവും എന്താ പറയാ നമ്മുടെ ഹിന്ദു മതത്തെ ഒരുപാട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യമതസ്ഥരാണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു കടന്നുകയറ്റത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം. കാരണം ഇന്ന് ഒരാളെ കണ്ടാൽ പ്രത്യേക വേഷമില്ലെങ്കിൽ അയാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പോ നമ്മൾ എന്ത് വേണം, ഈ ഒരു നമ്മുടെ ഹിന്ദുത്വത്തെ നമ്മൾ രക്ഷിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് ഈ കലിയുഗത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മനസ്സിനെയൊക്കെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൂജാർച്ചനകൾ ആവശ്യമാണ് ഇല്ലേ. മാത്രമല്ല അനിവാര്യമാണെന്ന് തന്നെ പറയണം. ആത്മസത്യത്തിൽ മനസ്സും ബുദ്ധിയും നിരന്തരം ഉറച്ചു നിൽക്കണം. അപ്പൊ യോഗാഭ്യാസങ്ങൾ വേണം. ശാസ്ത്രം നിർദ്ദേശിക്കുന്ന യോഗാഭ്യാസം 2 മുദ്രാഭ്യാസം ഒക്കെയാണ്. ഈശ്വര കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. അത് മനസ്സിലായിട്ട് അതില് എന്താ പറയാ
മനസ്സിലായാൽ മാത്രം പോരാ, ഇത് മനുഷ്യൻ എന്ന രീതിയിൽ അവന്റെ കഴിവുകള്, ഏറ്റവും നിസ്സാരമായിട്ടുള്ള കഴിവുകൾ ഈശ്വരനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ അയാളെ മനുഷ്യനെന്ന് കരുതാൻ അവകാശമില്ല, അല്ലെ? നമ്മളെ ഈശ്വരൻ എന്താണ്, അത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണം എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം, അല്ലെ? അതിൽ ഈശ്വരനെ കേന്ദ്രീകരിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. ആ കഴിവിന് തീർച്ചയായിട്ടും നമ്മൾ എന്താ, അത് ഭക്തി എന്നല്ല, സ്വരൂപ അനുസന്ധാനം എന്നാണ് പറയുന്നത്. ഈ കഴിവ് വികസിക്കാൻ ചെയ്യുന്ന പ്രയത്നങ്ങളിലാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസങ്ങളാണ് യോഗവും മുദ്രയും ഒക്കെ തന്നെ. ഇപ്പൊ യോഗം വേദപ്രധാനമാണ്, മുദ്ര തന്ത്രപ്രധാനമാണ്. ഇന്ദ്രിയങ്ങളെ അടക്കി ശരീര അവയവങ്ങളെയും പ്രാണന്റെയും ചലനം നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരനിലോ ആത്മാവിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം വെളിയിലല്ല നമ്മുടെ ശ്രദ്ധ പോവേണ്ടത്, നമ്മുടെ അകത്ത് തന്നെയാണ് ഇരിക്കുന്ന ഈശ്വരൻ, അല്ലെ? അതിനെ അറിയണം. ഈ പ്രക്രിയയാണ് നമ്മൾ യോഗാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ലക്ഷ്യത്തോടെ ചിന്തയെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈശ്വര തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ഇന്ദ്രിയങ്ങളെ ആ ചലന വിധേയമാക്കുന്നതാണ് മുദ്രാഭ്യാസം എന്ന് പറയുന്നത്. പൂജാർച്ചനകള്, യോഗാഭ്യാസത്തിൽ അംഗചലനങ്ങള്, ഇല്ലേ? അപ്പൊ ഇതെല്ലാം പൂജാർച്ചനകളിലുണ്ട്. ശാസ്ത്രീയമായിരിക്കുന്ന അംഗചലനങ്ങള്, മന്ത്രം, മുദ്ര, യന്ത്രം, ബിംബം, പൂജാദ്രവ്യം, പൂജാ രീതി, ഇതിലെല്ലാം ഉണ്ട്. വാസ്തവത്തിൽ യോഗാഭ്യാസവും പൂജാർച്ചനകളും ഒരേ ഫലമാണ് ചെയ്യുന്നത്. അപ്പോ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾക്ക് സ്വീകരിക്കാം. അപ്പൊ 100-ൽ ഒരാൾക്കാകാം യോഗാഭ്യാസത്തിൽ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത്, 99 പേർക്കും മുദ്രാഭ്യാസത്തിൽ കഴിവ് നേടാൻ കഴിയും. ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. പൂജാർച്ചനകളെ പ്രതി കേരളത്തിൽ ഇന്ന് വലിയ പരാതികളുണ്ടില്ലേ? നമ്മൾ സ്വയം പൂജാർച്ചനകൾ ചെയ്യുന്നത് ദോഷമാണ് എന്നൊക്കെ പറയാറുണ്ട്. വീട് മുടി എന്നൊക്കെ പറയാറുണ്ട്. ദോഷം എന്ന രണ്ടക്ഷരം കൊണ്ട് ഇന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം, അതായത് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ പോലും ഭ്രമിക്കുന്നുണ്ട്, അല്ലെ? ആനയ്ക്ക് ആനയുടെ വലിപ്പവും ശക്തിയും അറിയാത്തതുപോലെ അതൊരു സാധാരണ മനുഷ്യന്റെ കയ്യില് എന്താ പറയാ, ഒരു ചെറിയ കമ്പിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം അവനവന് പൂജ ചെയ്യാൻ സാധിക്കണം. കാരണം നമുക്ക് സന്ദേഹമില്ലാതെ നമ്മുടെ ഇഷ്ടദേവനെ പൂജാർച്ചനകളിൽ ഏർപ്പെടാം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്, വേറൊരാളുടെ ഈശ്വരനെ അല്ല നമ്മൾ പൂജിക്കുന്നത്. ഏതൊരാൾക്കും തന്റെ ഇഷ്ടദേവനെ പൂജാർച്ചനകളിൽ ഏർപ്പെടാം. ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു ഭവനങ്ങളിലും പൂജാമുറികളുണ്ട്, ഇല്ലേ? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ, നമുക്ക് ബീഹാറിലും ഒക്കെ തന്നെ അവർ രാവിലെ പൂജാമുറിയിൽ സ്വന്തം ആരാധന നടത്തിയിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം, ധർമ്മത്തിനോടും ഈശ്വരനോടുമുള്ള സ്നേഹത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇത് രണ്ടും യഥാർത്ഥത്തിലുള്ളവന് തീർച്ചയായിട്ടും അവനവന്റെ വീട്ടിലൊരു ചെറിയ പൂജാമുറി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് തന്റെ ഇഷ്ടദേവനെ പൂജിക്കാം. അവന്റെ വീട് മുടിയാതെ നോക്കാനുള്ള കഴിവ് കൂട്ടിച്ചേർത്താണ് ഈശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പുരാണങ്ങളിൽ എല്ലായിടത്തും തന്നെ ഈശ്വരന്റെ ബിംബപൂജ, അല്ലെ? എല്ലായിടത്തും ഈശ്വര ബിംബത്തെ പൂജിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അനുഷ്ഠിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ നമ്മുടെ ഇഷ്ടദേവനെ പൂജിക്കണം. അപ്പൊ തനിക്ക് വിശപ്പ് മാറണമെങ്കിൽ എന്താ? താൻ തന്നെ ഭക്ഷണം കഴിക്കണം, ഇല്ലേ? ഉറങ്ങണമെങ്കിൽ എന്താ? താൻ തന്നെ കിടക്കണം. അല്ലാതെ ഇതിനൊന്നും മറ്റൊരാളെ നിയോഗിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് ഈശ്വര പൂജയുടെ കാര്യത്തിൽ. നമ്മൾ ഈശ്വരനെ നമ്മൾ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് വരുന്ന ആ മൂല്യച്യുതികളെല്ലാം തന്നെ. ഈശ്വര ലാഭത്തിന് സ്വയം ശ്രമിക്കണം, അല്ലാതെ ഇതിന് മധ്യവർത്തിയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ, ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു ഇടനിലക്കാരനും ഈശ്വരനും, നമ്മുടെ ഈശ്വരന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ പാടില്ല. നമ്മൾ നവതാഭക്തികളിൽ പറയുന്നുണ്ടല്ലേ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് നവതാഭക്തിയാണല്ലേ. ആറാമത്തതായിട്ട് അർച്ചന, ഭക്തിയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ശ്രവണം മുതൽ ആത്മനിവേദനം വരെയുള്ള ബാക്കി 8ഉം സ്വയം ചെയ്യാനുള്ളതാണ്. കാരണം അർച്ചനയും സ്വയം തന്നെ ചെയ്യണം. അതിന് നമ്മൾ ചീട്ടെടുക്കേണ്ട, അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കേണ്ട, നമ്മുടെ പേരെഴുതേണ്ട, എല്ലാം ഭഗവാന് നന്നായിട്ട് അറിയാം. നമ്മുടെ പേരും നക്ഷത്രവും ഗോത്രവും, നമ്മൾ ആരായിരുന്നു, എന്താണ് ആഗ്രഹങ്ങൾ, എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് അന്തർയാമിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത്. പ്രധാന കാരണം ഈശ്വര പൂജ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ സ്വാർത്ഥരായിട്ട് മാറി, ഇല്ലേ? നമ്മൾ ഈശ്വര പൂജ ചെയ്യുന്നത് പലരും പറയുന്നത് കേട്ടത് പിന്തുടരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ സ്വന്തം ദേവതയെ നമ്മൾ പൂജിച്ച് നിർവൃതി അറിഞ്ഞവർ വേറെ ഒരു മതത്തിലും പോവില്ല. കാരണം അവനവന്റെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് എന്താ? അവനവന്റെ ഈശ്വരനെ പൂജിക്കുക എന്നുള്ളതാണ്. ഇനി ചിത്തത്തിന്റെ ആ ഒരു നിർവിഷയീകരണമാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. യാതൊരു ചിന്തയും ഉദിക്കാതെ അലട്ടാത്തതുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, നിശ്ചലമായ ഒരു അനുഭൂതി, അതാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്.
അപ്പൊ മനസ്സിനും ബുദ്ധിക്കും വാസ്തവത്തിൽ വിശ്രമം കിട്ടുന്നത് ധ്യാനത്തിലൂടെയാണ്. ആ ഭൗതിക ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക് മുതല് ഈശ്വര ലാഭത്തിന് വേണ്ടി വരെ ധ്യാനം ഉപയോഗിക്കാം. അപ്പൊ രണ്ടിടത്തും ചെയ്യുന്നത് ധ്യാനത്തിന്റെ രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഈശ്വര ലാഭത്തിന് ആത്മജ്ഞാനത്തിനും വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് ആ യഥാർത്ഥത്തിലുള്ള ധ്യാന യോഗം എന്ന് പറയുന്നത്, അഥവാ ധ്യാന അഭ്യാസം. ശരീര മനസ്സുകളെ സ്വസ്ഥമാക്കി വെച്ച് തൈലധാര പോലെയുള്ള ഒരു പാത്രത്തിൽ നിന്നും മെല്ലെ എണ്ണ വീഴുന്നത് പോലെ നമുക്ക് എന്താ പറയാ പോലെ നമ്മൾ ഋജുവായിട്ട് തുടരുന്ന ഒരു ചിന്താഗതിയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ഇവിടെ ചിന്തയ്ക്ക് മറ്റെന്തെങ്കിലും ഓർക്കുക എന്നുള്ള അർത്ഥമല്ല, തന്റെ ബോധത്തില് അഥവാ ഉണർവില് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക എന്നർത്ഥം. ഇത് സനാതന ധർമ്മചര്യയിൽപ്പെട്ട ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇക്കാലത്ത് ധ്യാനയോഗം, ധ്യാനാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രമങ്ങൾ ഇല്ലേ പ്രചരിച്ചു വരുന്നുണ്ട്. വാസ്തവത്തില് അതിനെ ശാസ്ത്രീയമായിട്ട് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ധ്യാനം അശാസ്ത്രീയമായിട്ട് അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാനസിക രോഗം, ഭ്രാന്ത്, നാഡീരോഗങ്ങൾ തുടങ്ങിയ പല ദോഷങ്ങളും ഉണ്ടാകും. ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് ശാന്തമായിട്ടിരിക്കുന്ന അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ മനസ്സ് ശാന്തമായിട്ട് അലകൾ ഒഴിഞ്ഞ കടല് പോലെ ഇരുന്ന് സ്വയം വന്നു ചേരേണ്ട ഒരു പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, മറ്റുള്ളതിന്റെയൊക്കെ പിന്നാലെ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം താൽക്കാലികമായിട്ട് ഒരു മനഃശാന്തി ലഭിക്കാറുണ്ട്. പക്ഷെ 500 1000 ഒക്കെ തുക ചുമത്തിയാണ് നമ്മുടെ ധ്യാന ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്താ പറയാ പങ്കെടുക്കുന്നത്. ഇതൊക്കെ കലിയുഗത്തിലെ കലി കൈകടത്തി വികൃതമാക്കി എന്നല്ലാതെ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അല്ലെ. ഭൗതികതയ്ക്ക് അതിരുകടന്ന അതീതമായിരിക്കുന്ന ധ്യാനത്തെ പോലും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അതിനെ വളച്ചൊടിക്കുന്നുണ്ട്. ഇഹലോകത്തെ ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ പരലോക ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ലക്ഷ്യത്തിലാണ് ഋഷീശ്വരന്മാര് ധ്യാനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ധ്യാനവും യോഗവും ഒക്കെ ജീവിത സുഖത്തിനും ജീവിതം ഒരു കലയാക്കി മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് തരംതാണു പോയിരിക്കുകയാണ് അല്ലേ. ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാ ജീവന കല എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇവിടെ കലിയുഗത്തിലെ വലിയ പരിശ്രമമില്ലാതെ നേടാൻ കഴിയുന്ന ലഘുവായ ധ്യാനാഭ്യാസങ്ങളുണ്ട്. തന്റെ ഇഷ്ടദേവതയെ ആപാദചൂടം ഓരോ ഭാഗങ്ങളായിട്ട് വ്യക്തമായിട്ട് ചിന്തിക്കുക, അതൊരു ധ്യാനയോഗമാണ്. അതിനെ നമ്മൾ സഗുണ ധ്യാനം എന്നാണ് പറയുന്നത്. ഇതിന്റെ വിധി മിക്കവാറും എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. നിർഗുണ ധ്യാനം എന്ന് വേറൊരെണ്ണമുണ്ട്. അതിൽ സ്വന്തം ആത്മാവിനെ അല്ലെങ്കിൽ ഒരു പ്രകാശത്തെയൊക്കെയാണ് ധ്യാനിക്കുന്നത്. അതാണ് അതിന്റെ വിധി. അപ്പൊ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കണം ഇതൊക്കെ. അപ്പൊ എല്ലാവരും അതിന് എന്താ പറയാ, ഇത് ചെയ്യാൻ എല്ലാവരും ചിലപ്പോൾ പ്രാപ്തരായിക്കൊള്ളണമെന്നില്ല, ശക്തരല്ല. മന്ത്രം ജപിച്ചുകൊണ്ട് ചില പ്രത്യേക ധ്യാന വിധികൾ, മന്ത്രധ്യാനം ചെയ്യാം, ചില യന്ത്രങ്ങളുടെ സ്വരൂപത്തെ ധ്യാനിക്കാം. അതിന് താന്ത്രിക ധ്യാന യോഗങ്ങളുണ്ട്. ഷഡ്ചക്രങ്ങള് അല്ലെങ്കിൽ കുണ്ടലിനിയെ ധ്യാനിക്കുന്ന കുണ്ടലിനി യോഗ ധ്യാനമുണ്ട്. ഷഡ്ചക്രങ്ങളെ ധ്യാനിക്കുന്നത് തന്നെയാണ് കുണ്ടലിനി ധ്യാനം അല്ലെ. ആ കുലപദത്തിലൂടെ കുണ്ടലിനിയെ ഉയർത്തിക്കൊണ്ട് സഹസ്രാരത്തിൽ എത്തിക്കുന്ന ധ്യാനം. അപ്പോ ഈ യോഗശാസ്ത്രങ്ങളിൽ പല പല ധ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഒരു ശിക്ഷണത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഒരു ഗുരു വേണം നമുക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഞരമ്പ് യോഗിയോ മന്ദബുദ്ധിയോ ഒക്കെ ആവാൻ അത് ധാരാളം മതി. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം നമ്മുടെ കഴിവിനനുസരിച്ച്. യാഗയജ്ഞങ്ങള്, അതായത് ആ യാഗയജ്ഞാദികള് ത്രേതായുഗത്തിൽ വിധിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ കലിയുഗത്തിലും ഇത് അനുഷ്ഠിക്കാം. യജ്ഞങ്ങള് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, ജ്ഞാനയജ്ഞം, ഇങ്ങനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഇതിൽ ദേവയജ്ഞങ്ങൾക്കാണ് ഇന്ന് വളരെയധികം ആ ഒരു ക്രിയാസങ്കുലത ഉള്ളത്. ഇപ്പൊ ബ്രഹ്മയജ്ഞങ്ങള് മുക്തിയുടെ അധിഷ്ഠാനമാണ്. അതിന്റെ ഈശ്വരന്മാര്, അതിന്റെ അധിഷ്ഠാന ദേവതകൾ ശിവൻ, ഗണപതി, വിഷ്ണു, ദേവി, സൂര്യൻ, ഇങ്ങനെ ബ്രഹ്മസ്വരൂപികളായിരിക്കുന്ന ഈശ്വരന്മാർക്ക് വേണ്ടി യജന മന്ത്രങ്ങള് ചെയ്യുന്ന ആ ഒരു ഉപവാസ രൂപമായിരിക്കുന്ന ഹോമവിധികള് പഞ്ച ആയുധന പൂജ എന്ന് പറയും. കൂടുതലും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗണപതി ഹോമം, രുദ്രഹോമം, ചണ്ഡി ഹോമം മുതലായിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെടുത്താം. ഭക്തിപരമായിട്ട് ഈശ്വരോപാസന എന്നുള്ള രീതിയിൽ ഏവർക്കും ഇതിൽ സ്വയം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പൊ സൂക്തങ്ങൾ തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ പഠിച്ചാൽ മാത്രം മതി. നിർദ്ദേശിച്ചിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. കലിയുഗത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രധാന ധർമാചാരങ്ങൾ എന്ന് വെച്ചാൽ, കലിയുഗം എന്ന് പറഞ്ഞാല് അധർമ്മത്തിന്റെ പാപത്തിന്റെ യുഗമാണെങ്കിലും നല്ല മനസ്സുള്ളവർക്ക് നമ്മള് മനസ്സ് വെച്ചാൽ ഇവിടെ ഒരുപാട് ധാർമ്മിക കൃത്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തെറ്റുകളുടെ ഫലം ശിക്ഷയാണെന്ന് നമ്മൾ അറിയാം അല്ലെ. അപ്പൊ കലിയുഗത്തിൽ ഈ ശിക്ഷകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ്? നിർഭാഗ്യം, രോഗം, ഇതൊക്കെ തെറ്റുകളുടെ ശിക്ഷയാണ്. അത് അങ്ങനെ മനുഷ്യന് ലഭിക്കുന്നത് ഈശ്വരദത്തമായിട്ട് വന്നിട്ടുള്ള
ഇപ്പറഞ്ഞ എന്താ രണ്ടവസ്ഥകളെ തരണം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അപ്പൊ അതിനുള്ള സാമാന്യ വഴികൾ നമ്മൾ അറിയണം. ഇത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കുടുംബത്തിനും സമൂഹത്തിനും സുഖശാന്തികളെ പ്രദാനം ചെയ്യും. കാരണം ഇത് അറിഞ്ഞാലേ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. ശരീരം ശുചിയാക്കി വെക്കണം, രണ്ടു നേരം കുളിക്കണം, കണ്ണ് മൂക്ക് വായ ഗുഹ്യഭാഗങ്ങൾ തുടങ്ങിയത് അഴുക്കടിയാതെ സൂക്ഷിക്കണം. ധാരാളം രാസദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെ ഉപയോഗത്തിന് വേണ്ടി കുറച്ച് മാത്രമായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് എപ്പോഴും ഒരു ശുചിത്വം പാലിക്കുക. മാംസഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക. ഏറ്റവും വലിയ രോഗകാരിയും വാസന പ്രേരക വസ്തുവും മാംസമാണ്. സസ്യാഹാരമാണ് കഴിക്കുന്നെങ്കിലും പൂർണ്ണ ആഹാരം കേവലം ഒരു സമയമാക്കുക, ഉച്ചയ്ക്ക് മാത്രം. ബാക്കി സമയത്ത് അല്പാഹാരം കഴിക്കുക. രാത്രിയിൽ അന്നം വർജിക്കുക. ഇതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസ വ്രതം അനുഷ്ഠിക്കുക. പകൽ മുഴുവനും ജലപാനം മാത്രവും രാത്രിയിൽ പഴങ്ങളും പ്രകൃതിയിൽ നിന്നുള്ള നേരിട്ടുള്ള കായ്കനികളും ഭക്ഷിക്കുക. ഞായറാഴ്ച ഉപവാസം രോഗരക്ഷ നൽകും. ബ്രഹ്മി, നെല്ലിക്ക, വേപ്പില, തുളസിയില, കറുക ഇവയുടെ നീരുകള് സമാസമം തേനിനോടൊപ്പം ദിവസവും കഴിക്കുക. സർവ്വരോഗ സംഹാരകമാണിത്. ബുദ്ധിവർദ്ധകമാണ്. സാത്വിക ഗുണ പ്രേരണ നൽകുന്നതുമാണിത്. രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അതിനുശേഷം 1 മണിക്കൂർ യോഗ, ധ്യാനം, പ്രാണായാമം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. സ്വന്തം പൂജാമുറിയിൽ ഇഷ്ട ദേവതാബിംബം സ്ഥാപിച്ച് ഷോഡശ ഉപചാര പൂജകൾ ചെയ്യുക. ദിവസവും ലളിത, വിഷ്ണു, ശിവ, ഗണപതി, സൂര്യ സഹസ്രനാമങ്ങൾ മുഴുവനോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ സമയം കിട്ടുന്ന പോലെ ജപിക്കുക. ഒരു സഹസ്രനാമവും അപൂർണമായിട്ട് ജപിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് നിത്യവും ഗ്രഹത്തില് അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. നെറ്റിയിൽ യുക്തമായിട്ടുള്ള തിലകമിടണം. കണ്ഠത്തില് തുളസി, ചന്ദനം, കൂവളം, മുത്ത് തുടങ്ങിയവരുടെ മാലകൾ ധരിക്കാം. ഗൃഹസ്ഥാശ്രമികൾ രുദ്രാക്ഷം ഒഴിവാക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് കാൽപാദങ്ങൾ കഴുകി തുടയ്ക്കണം. കാലിന്റെ പിന്നാമ്പുറം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുരാണങ്ങളിൽ പലയിടത്തും കാലിന്റെ പിന്നാമ്പുറം കഴുകാതെ കിടന്നപ്പോൾ ദുഷ്ടശക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചതായിട്ട് പറയുന്നുണ്ട്. നളന്റെ ശരീരത്തിൽ കലി പ്രവേശിച്ചത് അങ്ങനെയാണ്. ഇതില് ശാസ്ത്രീയമായിട്ട് ആരോഗ്യ രഹസ്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കരുതാം. പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്ര പരിസരത്ത് നിശബ്ദരായിട്ട് ഇരിക്കുക. ബഹളമിട്ട് പ്രാർത്ഥിക്കരുത്. ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ എന്ന അർത്ഥത്തിൽ വേണം വഴിപാടുകൾ ചെയ്യാൻ, അല്ലാതെ കാര്യസാധ്യത്തിന് മുൻതൂക്കം കൊടുക്കാതിരിക്കുക. വൈകുന്നേരം വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒത്തിരുന്ന് ഉറക്കെ ഹരേരാമ ജപിക്കാം. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഈശ്വരനാമ സേവാ സമിതികൾ രൂപീകരിക്കാം. നല്ല പ്രഭാഷണങ്ങൾ ശ്രവിക്കാം. ദുർമന്ത്രവാദം, ആഭിചാരം, ലൗകിക സാഹിത്യ പ്രകടനങ്ങള്, വികൃതവും ഭീമത്സരവുമായിട്ടുള്ള അനുഷ്ഠാനങ്ങള്, അധമമായിരിക്കുന്ന കലകള്, ആധികാരികതയില്ലാത്ത ജ്യോതിഷ പ്രവചനങ്ങള്, അല്പജ്ഞരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഇവയെല്ലാം നിരുത്സാഹപ്പെടുത്തണം. കാരണം ഇവയെല്ലാം ഗുണത്തെക്കാളേറെ ദോഷം, വിപരീത ഫലം നമുക്ക് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ അന്നമോ വസ്ത്രമോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും ദാനം കൊടുക്കണം. നമ്മൾ ബ്രഹ്മാർപ്പണം ചെയ്തതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. ഇല്ലെങ്കിൽ വേദസൂക്തമോ ഗീതാ ശ്ലോകമോ ഉപനിഷത്ത് മന്ത്രമോ ചൊല്ലിയതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. കേരളത്തിലെ സദ്യാലയങ്ങളിൽ ചെന്നാൽ ഇത്രയ്ക്ക് അച്ചടക്കമില്ലാത്ത ജനത ലോകത്തുണ്ടാകുമെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എച്ചിലാകാതിരിക്കുന്നതിലോ ഒരുപോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിലോ നിർത്തുന്നതിലോ ഭക്ഷണം കഴിക്കുന്നതിലോ ആ ഒരു മാന്യത പാലിക്കുന്നതിലോ കേരളീയർ അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ആത്മീയതയുടെ അഭാവമാണല്ലേ. ഉത്തമ ഗുരുവിൽ നിന്ന് വിധിപ്രകാരം മന്ത്രം വാങ്ങണം. വാങ്ങിയതിന് ശേഷം എന്താണ് അത് സ്ഥിരമായിട്ട് അല്ലേ ആ കിട്ടിയ മന്ത്രം അല്ലെങ്കിൽ ജനകീയ മന്ത്രങ്ങള് അല്ലെ, ഹരേ രാമ പോലെയുള്ള മന്ത്രങ്ങള് ഈശ്വര മുഖത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വാങ്ങിച്ച് എന്നും കൃത്യമായിട്ട് ജപിക്കണം. 108 എന്നുള്ള കണക്ക് വെച്ച് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ ആരെങ്കിലും തന്നാലോ പുസ്തകത്തിൽ കണ്ടാലോ ആ മന്ത്രങ്ങൾ എടുത്ത് നമ്മൾ ജപിക്കരുത്. കഴിയുന്നതും സത്യം പറയാൻ ശ്രമിക്കുക. ഋജുവായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കലിയുഗത്തിൽ സത്യം എന്ന കാലിനെ ഒടിക്കാൻ കലിക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഓർമ്മിക്കണം. വളഞ്ഞ വഴിക്കുള്ള ഒരു നിസ്സാര കർമ്മം പോലും നമ്മൾ അറിയാതെ നമ്മളെ പീഡിപ്പിക്കും. കാരണം നമ്മൾ സത്യത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പൊ ക്രൂരകർമ്മം ചെയ്യാനാണെങ്കിൽ പോലും അത് നേരിട്ട് ചെയ്യുക. പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയുക. ഈ ഹിപ്പോക്രസി എന്ന് മനസ്സിലൊന്ന് പുറത്തൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കാം. ചെറിയ തെറ്റേ ഉള്ളെങ്കിലും അത് കൂടുതൽ മറച്ചു ചെയ്യുമ്പോഴാണ് പിടിക്കപ്പെടുന്നത് അല്ലേ. അതുകൊണ്ട് നേരെ വാ നേരെ പോ, ഇതാണ് കലിയുഗത്തിൽ ജീവിത വിജയത്തിന് വേണ്ടിയ മുദ്രാവാക്യം. എന്തുണ്ടെങ്കിലും തുറന്നു പറയുക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക. പ്രലോഭനങ്ങളുടെ യുഗമാണ് കലിയുഗം.
ഒരിക്കലും തന്റെ യോഗ്യതയേക്കാൾ വലിയ വാഗ്ദാനങ്ങൾക്കോ പ്രശംസയ്ക്കോ പിന്നാലെ ചാടി പുറപ്പെടരുത്. അർഹതപ്പെട്ടതിലുപരിയായി വളരെ നിസ്സാരമായും എളുപ്പ വഴിയായും വരുന്ന നേട്ടങ്ങളിൽ മതിമയങ്ങി പോവുകയും ചെയ്യരുത്. എന്തും അതിനാവശ്യമായിട്ടുള്ള പ്രയത്നം ചെയ്ത് നേടാനേ ശ്രമിക്കാവൂ. ഇപ്പൊ ഗുണം വന്നാലും ദോഷം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും അതെല്ലാം തന്നെ ഈശ്വര ശക്തിയുടെ സാന്നിധ്യമാണ്. ഇതെല്ലാം തരുന്നത് ഒരു ഈശ്വരനാണെന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്നിട്ട് എല്ലാത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം തന്നെ സമചിത്തരായിട്ട് നമ്മൾ ഇരിക്കണം. ഇപ്പൊ കൃതയുഗത്തിലെ ധ്യാനം കൊണ്ടും ത്രേതയിലെ യജ്ഞം കൊണ്ടും ദ്വാപരത്തിലെ എന്താ പറയാ പുഷ്പാർച്ചനകൾ കൊണ്ടും ആരാധിക്കപ്പെടുന്നു ഭഗവാൻ ഹരിയെ കലിയുഗത്തിലെ നാമസങ്കീർത്തനം കൊണ്ട് ആരാധിക്കാം. വിഷ്ണു എന്ന് പറഞ്ഞാല് എല്ലാ രൂപവും അല്ലേ, ദേവി വിഷ്ണു രൂപിണിയാണ്. നമ്മൾ ശിവനെ ആരാധിച്ചാലും വിഷ്ണുവിനെ ആരാധിച്ചാലും ഏത് ഈശ്വരനെ ആരാധിച്ചാലും നമ്മൾ എത്തിച്ചേരുന്നത് ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന മൂലപ്രകൃതിയിൽ തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുക. നമ്മളല്ല അതൊന്നും തീരുമാനിക്കേണ്ടത് അല്ലേ. ഇപ്പൊ കലിയുടെ വിഷ്ണു സ്തുതിയൊക്കെ വളരെ വിശേഷമാണ്. കാരണം കലിസന്ധരണ ഉപനിഷത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോ അത് മാത്രമല്ല കൽക്കീകൃത ബിൽവോദക ശിവന്റെ സ്തോത്രം, അതായത് ബിൽവോദകേശ്വര സ്തോത്രം എന്ന് പറയും. വളരെ വിശേഷപ്പെട്ടതാണത്. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കലിയും നമ്മളെ ബാധിക്കപ്പെടില്ല എന്ന് പറയുന്നു. ശിവനെ പൂജിച്ച് കൽക്കിക്ക് ആ ഒരു പ്രസാദമായിട്ട് എന്താ പറയാ ശിവന്റെ അനുഗ്രഹം കിട്ടിയത് ഈ സ്തോത്രം ജപിച്ചിട്ടാണെന്ന് പറയുന്നു. അങ്ങനെ എന്താ പറയാ കലിയുഗത്തില് കലിയും കൽക്കിയെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും തോന്നുന്ന കാര്യങ്ങൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക, അതിനെ എന്താ പറയാ ആചരിക്കുക, മുമ്പോട്ട് കൊണ്ടുപോവുക. ഈ കലിയുഗത്തിൽ നിന്ന് നമ്മൾ വീണ്ടും സത്യയുഗത്തിലേക്ക് പോകുമ്പോൾ ഇതിലും ഉയർന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങള്, നമ്മുടെ സങ്കല്പങ്ങള്, ഈശ്വര വിശ്വാസം, ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം ഈ കലിയും കൽക്കിയും എന്ന് പറയുന്ന വിഷയം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതം പൂർണ്ണമായിട്ടൊരു ഉത്തരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയത് എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് അവനവന് തന്നെ അവന്റെ ആത്മാവിനെ ഉയർത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദേവിയുടെ പാദത്തിൽ വെച്ചുകൊണ്ട് ഗുരുപരമ്പരയെ വന്ദിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.